എല്ലാവർക്കും വലിയ ആഴ്ചയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും നമ്മളെല്ലാവരും ഏറെ ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒന്നാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചില പീഡാസഹനങ്ങളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈശോയുടെ പീഡാസഹനവും കുരിശുമരണം എല്ലാം തീർച്ചയായും ഒരു ഉയർപ്പിലാണ് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം വളരെ വലിയ അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു തെറ്റും ചെയ്യാതിരുന്ന ദൈവപുത്രനായ യേശു ഭൂമിയിലുള്ള എല്ലാ പീഡകളും സഹിച്ച് ദാരിദ്ര്യവും ദുഃഖവും കഷ്ടതകളും വേദനകളും ഒറ്റപ്പെടലുകളും എന്തിനും മറ്റുള്ളവരാലുള്ള ചീത്ത വാക്കുകളുടെ പ്രയോഗങ്ങളും ദൈവത്തിനെതിരായിട്ട് സംസാരിച്ചു എന്നുവരെ ദൈവപുത്രൻ കേൾക്കേണ്ടി വന്ന് അത്രമാത്രം ഹീനനായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കേണ്ടി വന്നതിൻ്റെ വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഭൂമിയിലുള്ള ഏത് മേഖലയിൽപ്പെട്ട മനുഷ്യനായിരുന്നാലും ശരി, അവരെല്ലാവരും കടന്നു പോകുന്ന പലവിധത്തിലുള്ള തിക്താനുഭവങ്ങളോട് താൻ സ്വയം സമരസപ്പെട്ടുകൊണ്ട് തൻ്റെ ആ ഒരു ജീവിതത്തെ അവരുടെ എല്ലാവരുടെയും ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാനുണ്ട് നിൻ്റെ കൂടെ, ഇല്ലെങ്കിൽ നീ സഹിച്ചത് ഞാൻ സഹിച്ചതിൻ്റെ അത്രയും വരികയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാനുള്ള വലിയൊരു സാധ്യത തുറന്നു വെച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ഒരു സഹനങ്ങളെല്ലാം ഏറ്റെടുത്തത്. ദൈവപുത്രനായിരിക്കെ തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം അദ്ദേഹത്തിനില്ലായിരുന്നു ഈശോയ്ക്ക്. കാരണം യേശുനാഥന് ഈ ഭൂമിയിൽ ജനിക്കണമെങ്കിൽ തന്നെ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഓരോ തിക്താനുഭവങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഓരോ വ്യക്തിയോടും ഏറ്റവും ഇഴചേർന്നുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ആശ്വാസം പകരാനായിട്ട് ഈ കുരിശിലേക്ക് നോക്കുക, എൻ്റെ കൈകളിലേക്ക് നോക്കുക, കാലുകളിലേക്ക് നോക്കുക, എൻ്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആശ്വാസം പ്രദാനം ചെയ്യാൻ തക്കവണ്ണം അവിടുന്ന് തന്നെ അവരോടെല്ലാവരോടുമായിട്ട് സമരസപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലൊക്കെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കാറുണ്ട്. എല്ലാവരോടും ഏറെ ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് മാത്രം ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനൊരു ഭാര്യമായി തീരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ദൈവത്തിൻ്റെ പീഡാസഹനത്തോട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അത്തരത്തിൽ വേദന അനുഭവിക്കുന്ന അനേകം മക്കളുടെ വേദനകൾ തിരിച്ചറിയാൻ വേണ്ടി ദൈവം തരുന്ന ചില സഹന വഴികൾ തന്നെയാണ്. കാരണം മറ്റൊരു വ്യക്തിയുടെ വേദന നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ നമുക്കതൊരു തമാശയായിട്ട് തോന്നാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ ആ വേദനയിൽ കൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കടന്നുപോയ വഴികൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച വേദനകളാണ് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകാനായിട്ട് എളുപ്പമായിട്ടുള്ളത്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും എല്ലാ കാര്യങ്ങളും ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് എത്രമാത്രം സഹകരിച്ചാലും അല്ലെങ്കിൽ എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്താലും അതൊന്നും ഫലം കാണാതെ എല്ലാവരാലും കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും നിന്ദനങ്ങളും എല്ലാ തെറ്റിൻ്റെ ഉത്തരവാദി താനാണെന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന്, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വലിയ വേദനയുണ്ട്. തീർച്ചയായും ഒരു വേദന എന്ന് പറയുന്നത് ഈശോ പീഡ സഹിച്ചപ്പോൾ ഉണ്ടായ ഒരു വേദനയോട് കൂടി തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. കാരണം ഈശോ തെറ്റുകളൊന്നും ചെയ്യാതിരുന്നിട്ടാണ് തെറ്റുകാരനായിട്ട് എണ്ണപ്പെട്ടത്. അദ്ദേഹം ആ ഒരു തെറ്റുകളെല്ലാം മൗനമായിട്ട് സഹിക്കുമ്പോഴും അദ്ദേഹത്തെ ഉയർപ്പിക്കാനായിട്ട് കാത്തുനിന്നൊരു ദൈവത്തിൻ്റെ ചിത്രം ഈശോയുടെ മുമ്പിലുണ്ടായിരുന്നു. ഇതുപോലെ കുടുംബജീവിതത്തിലായാലും തൊഴിൽ മേഖലയിലായാലും ഏത് ജീവിത സാഹചര്യങ്ങളിലായാലും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ബുദ്ധിമുട്ടുകൾ, തിക്താനുഭവങ്ങൾ, ഇതിൻ്റെ എല്ലാം അന്ത്യമായിട്ട് നമുക്ക് പ്രതിഫലം തരാനായിട്ട് കുരിശിൽ മരിച്ച ഒരു യേശുനാഥനുണ്ടെന്നുള്ള ഒരു വലിയ പ്രത്യാശ, ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ഈ സഹനങ്ങളെയും ഈ കുറ്റപ്പെടുത്തലുകളെയും ഒറ്റപ്പെടുത്തലുകളൊക്കെ ഏറ്റവും തീക്ഷ്ണമായി, ദൈവികമായിട്ട്, ധീരമായിട്ട് നേരിടാൻ നമുക്ക് സാധിക്കും. ഈ ഒരു പീഡാനുഭവ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ, അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നിത്യജീവിതമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിനെ കാണാനായിട്ട്. നമുക്കൊരിക്കലും ഒരു കുരിശും എടുത്തുകൊണ്ട് കാൽവരി കയറി അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ, ഈ കാൽവരി യാത്രയിൽ തീർച്ചയായും ഈശോയുടെ കുരിശിനോടുകൂടി ചേർന്ന് നമ്മുടെ ജീവിത ഭാരങ്ങളും ഈശോയുടെ ഒറ്റപ്പെട്ട അനുഭവങ്ങളോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളും ഈശോയെ അനുഭവിച്ച പല തിക്താനുഭവങ്ങളോടും കൂടെ ചേർത്തുകൊണ്ട് നമുക്കും അനാവശ്യമായി വന്നു ചേരുന്ന അനേകം തിക്താനുഭവങ്ങളെയൊക്കെ ഒരു കുരിശ് പോലെ വഹിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ദിവ്യബലിയിൽ സംബന്ധിച്ച് ആ ഒരു ദിവ്യബലിയിൽ നമ്മളിതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമുണ്ട്. ഈ ഒരു ആശ്വാസം നൽകാനാണ് യേശുനാഥൻ നമുക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റത്. ആ ഒരു പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളോ
തിക്താനുഭവങ്ങളോ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ വില കുറച്ച് കാണപ്പെടുന്ന അനുഭവങ്ങളുണ്ടായാലും അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അത്തരത്തിൽ വേദന അനുഭവിക്കുന്ന അനേകം മക്കൾക്ക് ആശ്വാസം പകരാനുള്ള വലിയൊരു സാധ്യത നിനക്ക് തുറന്നു വെച്ച് തന്നുകൊണ്ടാണ് ദൈവം ഈ ഒരു തിക്താനുഭവങ്ങളിൽ കൂടെ നിന്നെ നീങ്ങാനായിട്ട് വിട്ടുകൊടുക്കുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവോടുകൂടി പിതാവായ ദൈവം ഈശോയുടെ കുരിശുമരണത്തിനായിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഓരോ അനുഭവത്തെയും ഒരു പരാതിയും കൂടാതെ യേശുനാഥൻ ഏറ്റെടുത്തതുപോലെ ഈ ഒരു ജീവിതയാത്രയിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു ജീവിതാന്തസ്സിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നമ്മെ ഏൽപ്പിച്ച കർത്തവ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് സ്വീകരിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും ദുഃഖവെള്ളിയുടെയും ഉയർപ്പിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി.